അയ്യോ, ബോംബെയിലും അഹമ്മദാബാദിലും ഇപ്പൊ രാജസ്ഥാനിൽ പോലും ഇറച്ചി വിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാ. അത് നോക്ക്, സത്യം പറഞ്ഞവർ ആടുമാടുകളുടെ ജീവനെടുത്ത് കളിക്കുന്നു. ഒരു കാലത്ത് ഇനി അവർ നമ്മുടെ ജീവൻ എടുക്കും, അനുവദിക്കില്ല. നോക്ക് ശിവാജി, ഈ നാട്ടിൽ ഉത്സവവും ബലിയൊക്കെ പതിവായിട്ട് നടക്കുന്ന സംഭവങ്ങൾ. വന്നു നമ്മുടെ കാര്യം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് പോകാൻ നോക്കാം. ജനിച്ചാൽ ജീവിച്ചോ മരിച്ചോ എന്നുള്ളതല്ല, ജനിച്ചവർ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. നീ പറയുന്നതൊക്കെ കറക്റ്റാ. അതിന് ഇതാണോ സമയം? ജനങ്ങളെ സേവിക്കാൻ എന്തിനാണ് കാണിപ്പയ്യൂരിനെ കാണുന്നത്? രണ്ടുപേരും അവിടെ വന്ന് ചുമ്മാ ഡമ്മികളായിട്ട് നിന്ന് തന്നാ മതി. ഞാൻ കിളി പോലെ പോയിട്ട് കാര്യങ്ങൾ നടത്തുന്നത് കണ്ടു. വാ, സമ്മതിക്കില്ല ഞാൻ. എന്താണോ ഇത്? അമ്പലത്തിൽ ആടിനെ വെട്ടാൻ പാടില്ല, കോഴിയെ വെട്ടാൻ പാടില്ല, മാടിനെ വെട്ടാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ലേ? അതിലും വേണം തനിക്ക് മീശ ഒന്ന് വെട്ടിക്കൂടുള്ളൂ. തിരിച്ചു വെച്ച് ആടിനും താടിയുണ്ട്, തനിക്കും താടിയുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി കുട്ടിയെ പ്രസവിച്ചിട്ട് അതിന് പാല് കൊടുക്കുന്നു. എന്നാൽ ആട് വെറും പുല്ല് മാത്രം തിന്നിട്ട് നമുക്ക് പാല് തരുന്നു. മുടി മുന്നിൽ നിന്ന് പോയപ്പോൾ കഷണ്ടി, ആടിന്റെ പിന്നിൽ നിന്ന് പോയാൽ വെറും കാഷ്ടം. ആടും നമ്മളും എല്ലാം ഒരു തരത്തിൽ ഒന്ന് തന്നെയാണ് സ്വാമി. ആട് മാടിന്റെ പാല് കുടിക്കില്ല, മാട് ആടിന്റെ പാലും കുടിക്കില്ല. ആടും മാടും മനുഷ്യന്റെ പാലും കുടിക്കില്ല. നമ്മൾ ഈ മനുഷ്യ ജന്മങ്ങൾ എല്ലാ പാലും കുടിച്ചിട്ട് അതുങ്ങളുടെ ജീവൻ തന്നെ എടുത്തോണ്ടിരിക്കും. ആലോചിക്കേ, നന്നായിട്ട് ആലോചിക്ക്. ഇയാൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ അല്ലാതായി പോകും. ആടിനെ അടിച്ചു വിടറ. സെക്രട്ടറി, തീരുമാനം മാറ്റിപ്പറ. ഓഹോ, അങ്ങനാണോ? അടിച്ചു വിടറ ആടിനെ. ഗവൺമെന്റിന് പോലും തിരുത്താൻ പറ്റാത്ത ഈ ഗ്രാമത്തെ വെറും 5 നിമിഷം കൊണ്ട് വെറും നിസ്സാരനായി ഞാൻ തിരുത്തിയത് കണ്ടില്ലേ? നമ്മുടെ പെങ്ങളല്ലടാ, ജീവൻ പോലും കൊടുക്കും. അനിയാ, അമ്പലത്തിൽ ആടിനെ വെട്ടാൻ പാടില്ല, പശുവിനെ വെട്ടാൻ പാടില്ല, അതായത് മൃഗബലി പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യരെ വെട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വന്ന കാര്യം സാധിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കുന്നതിന് പകരം വെറുതെ ഞങ്ങളുടെ നാട്ടുകാർക്ക് തലയിടാൻ നോക്കുന്നതിനാണ്. ഞങ്ങളുടെ ഭഗവതിക്ക് ആടിനെ വെട്ടുന്നതും ആളെ വെട്ടുന്നതും ഒരുപോലെ ചോര വേണം, അത്രേ ഉള്ളൂ. കലശം കുടിക്കണം, കലശം വീഴുന്നതും തലയെടുത്തേക്കണം. വെറുതെ ആടുന്ന് തലയാട്ടിയാൽ സമ്മതമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരായി. അതുകൊണ്ട് ഞാൻ അനങ്ങില്ല. ശ്വാസം മുട്ടി ചത്താലും വേണ്ടില്ല, വെട്ടുകൊണ്ട് ചാവാതിരുന്നാ മതി.